ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാനൊരു പണിയിലാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറേ ദിവസമായി കുറേ കുടുംബമൊക്കെ ഒന്ന് വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അച്ചാറുണ്ടാക്കണ പണിയാണ്. അപ്പം അതിന് വെളുത്തുള്ളി തൊലിക്കുക കണ്ടോ, ഇഞ്ചി തൊലിക്കുകയൊക്കെയാണ്. അപ്പം തോന്നി രണ്ട് വാക്ക് സംസാരിക്കാം. അപ്പം ഇന്നലെ FB ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മറുപടിയും കൂടി പറയണമെന്ന് തോന്നിയിട്ടോ. അപ്പോൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ, അനിയത്തിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം എന്തോ മഞ്ഞൾ കല്യാണം, മെഹന്തി കല്യാണം, അങ്ങനെ എന്തോ ഒരു കല്യാണം കഴിച്ചത്ര. അനിയത്തിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം മഞ്ഞൾ കല്യാണം അങ്ങനെയൊക്കെ പെട്ട് 3-4 ദിവസമാണല്ലോ ഇപ്പോൾ കല്യാണം. ആ കൂട്ടത്തിൽ അവരെന്തോ 3 ദിവസം കല്യാണം കഴിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ മെഹന്തി കല്യാണം മറ്റേ മഞ്ഞൾ കല്യാണം എന്തൊട്ടാ കഴിഞ്ഞതിൻ്റെ പിറ്റന്നാൾ ആരോ പറഞ്ഞത്ര, എത്തിയമായ കുട്ടികളൊന്നും ഇങ്ങനെ ആടിപ്പാടാൻ പാടില്ല. അവർ സ്റ്റേജ് കെട്ടി ഡാൻസ് ചെയ്ത് ക്യാമറമാനെ വിളിച്ച് അണിഞ്ഞ് ഒരുങ്ങി പെണ്ണിനെ ഒരുക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത് എന്നാണ് ഇപ്പോൾ അവളെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ആരോ പറഞ്ഞത്ര, എത്തിയമായ മക്കളൊന്നും ഇങ്ങനെ ആടിപ്പാടാൻ പാടില്ല, ഇത്ര ആഘോഷമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്നാണ് പറയണത്. അപ്പോൾ അവൾ പറയണത് എന്താ വെച്ചാൽ, എത്തിയമായ മക്കൾക്ക് ആടിപ്പാടാൻ പാടില്ലേ, ഞങ്ങൾക്ക് എന്താ നല്ല വസ്ത്രം ഇടാൻ പാടില്ലേ, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഇടാൻ പാടില്ലേ, ഞങ്ങൾക്ക് എന്താ കല്യാണം ആഘോഷമായിട്ട് കഴിക്കാൻ പാടില്ലേ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, എത്തിയമായ മക്കൾക്ക് എല്ലാതും പറ്റും. എത്തിയമായവർക്കും അല്ലാത്തവർക്കും ഒക്കെ എന്ത് വേണമെങ്കിലും പറ്റും. പക്ഷെ സാമ്പത്തികം എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ഉണ്ട്. എന്ത് നമുക്ക് ചെയ്യണമെങ്കിലും സാമ്പത്തികം വേണം അല്ലേ? അല്ലാണ്ട് ഇന്ന് പൈസ ഇല്ലാണ്ട് ഒരു മണിക്കൂർ പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓരോ മണിക്കൂറിലും നമുക്ക് 500-1000 വെച്ച് ചിലവാണ് ഒരു വീട്ടിൽ ഒരാൾക്ക് ജീവിക്കാൻ. ഓരോ മണിക്കൂറും 500-1000 വേണം. അതേ അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ പണ്ടൊക്കെ ഒരു 10-40 വർഷം മുന്നൊക്കെ ഒരു പശുവിനെ കറന്നിട്ട് ഒരു വീട്ടിൽ 8-10 അംഗങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ന് 10 പശുവിനെ അറിഞ്ഞാലും ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാലമാണ് കേട്ടോ. ആ കാലത്ത് എല്ലാതും നമുക്ക് പറ്റും. നമ്മുടെ അടുത്ത് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറ്റും. അതില്ലാതെ നമ്മൾ മറ്റൊരാളുടെ സഹായത്തിനൊരു കല്യാണമല്ലേ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർ എത്തിയമായ മക്കളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായമൊക്കെ തന്നത് കൊണ്ട് നമ്മൾ ദൂരത്തടിക്കുമ്പോൾ ആ തരുന്ന ആൾക്കാരുടെ മനസ്സിൽ അവരെന്താ വിചാരിക്കാന്നറിയാം. നമ്മൾ അവർക്ക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുത്തതല്ലേ. എന്നിട്ടിപ്പോൾ അവരിങ്ങനെ ദൂരത്തടിക്കണ ആ പൈസ കൊണ്ട് എന്നുള്ളത് ആ കൊടുത്ത ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. നമുക്ക് എത്തിയമായ മക്കൾക്കൊന്നും പാടില്ലേ എന്ന് ചോദിക്കുന്ന എല്ലാം പറ്റും. അതെങ്ങനെയെന്നറിയോ? മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ ജീവിക്കാനുള്ളത് കോടാനുകൂടി സമ്പാദിച്ച് സ്വർണ്ണമായിട്ടും പണമായിട്ടും ഫ്ലാറ്റായിട്ടും ഭൂമിയായിട്ടും ഒക്കെ പണമായിട്ടും ഒക്കെ സമ്പാദിച്ച് വെച്ചിട്ട് ആ മക്കളെ എത്തിയമായി ആക്കി അങ്ങനെ മരിച്ചു പോയതാണ്, റബ്ബ് വിളിച്ചപ്പോൾ പോയതാണെന്ന് വിചാരിച്ച അങ്ങനത്തെ മക്കൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. കാരണം അവരൊരാളുടെ ഔദാര്യത്തിലല്ല ജീവിക്കണം. അവരെ വാപ്പ സമ്പാദിച്ച് വെച്ച് പോയ പൈസ കൊണ്ടാണ് അവർ, വാപ്പ എന്നല്ല അച്ഛനായാലും അങ്ങനെ ആയാലും, അച്ഛന്മാരില്ലാത്തവരായാലും വാപ്പന്മാരില്ലാത്തവർ എത്തിമക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അച്ഛന്മാരില്ലാത്ത ആൾക്കാർ. ആ പണം കൊണ്ടാണ് അവരെന്ത് വേണമെങ്കിലും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളേനും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുക.
അല്ലേ? ഒരാളിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം, നമ്മൾ അയൽക്കാരെ കുടുംബക്കാരെ ആരും നമ്മൾ പേടിക്കേണ്ട. നമ്മളുടെ ബാപ്പന്മാർ സമ്പാദിച്ച് വെച്ച് പോയ പൈസ കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അതല്ലാതെ പെരുവഴി 4-5 മക്കളൊക്കെ പെരുവഴിയിലിട്ടിട്ട് കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ നാഴി കഞ്ഞിക്ക് വക പോലും ഇല്ലാത്തൊരു അവസ്ഥയിലിട്ടിട്ട് എത്തീമാക്കി പോയ ഒരു ബാപ്പാൻ്റെ മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ടുള്ള ജീവിതത്തിന് അത് ബാധിക്കും. ഈ ആൾക്കാർ നമ്മളെ എത്തിമക്കൾക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? അത് അവർക്ക് കൊടുത്ത ആൾക്കാർക്ക് നാളെ മാഷറയിൽ ഒരു പുണ്യം കിട്ടാനാണ് കൊടുക്കുന്നത്. ആ പൈസ കൊണ്ട് ഇവിടെ ദൂർത്തടിക്കുന്നത് കണ്ടാൽ, അനാവശ്യമായിട്ട് ചിലവാക്കുന്നത് കണ്ടാൽ ആൾക്കാരുടെ മനസ്സിലൊരു കുറ്റബോധം തോന്നും. കാരണം കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അവരടുത്ത് കാശില്ലാണ്ടല്ലല്ലോ അവരിങ്ങനെയൊക്കെ കാട്ടണത്. അവരടുത്ത് കാശുണ്ട്. കാശെന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പണം എന്ന് പറയണത്. അത് ആർക്കും ഒരു 10 രൂപ പട്ടിണി അയൽവക്കത്ത് കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 10 രൂപ എടുത്തിട്ട് നിങ്ങളൊരു ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങി കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചോന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾക്ക് കൊടുക്കാത്ത കാലമാണിപ്പോൾ. അപ്പോൾ അങ്ങനത്തെ കാലത്ത് എത്തിമക്കൾക്ക് തന്നെ എന്തെങ്കിലും സഹായം ആൾക്കാരിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അത് ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ദൂർത്തടിക്ക് ആടും പാടും, കഴിവിലും കൂടുതൽ ആർഭാട ചെലവും, കല്യാണമൊക്കെ വേണം. കല്യാണവും ആഘോഷവും കാര്യങ്ങളും അതൊക്കെ വേണ്ടത് തന്നെയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അത് അതിൻ്റെ നമ്മുടേതായ ഇഷ്ടംപോലൊക്കെ തന്നെ നടത്തണം. നമ്മുടെ കഴിവും കൂടി നമ്മൾ നോക്കണം. മനസ്സിലായില്ല? പിന്നെ ഒരു വീട്ടിൽ ചിലപ്പോൾ 3, 4, 5 അംഗങ്ങൾ ഉണ്ടാവും. അതിലത്തെ ഏറ്റവും മൂത്താളുടെ കല്യാണം അവിടെ നടക്കുന്നുണ്ടാവുക. പിന്നെയും താഴെ 3, 4 ഉണ്ടാവും. അപ്പോൾ ഈ ആദ്യം കൊടുത്ത ആൾക്കാരെന്താ വിചാരിക്കുന്ന അറിയാം? അവർക്ക് കൊടുക്കണ്ട, എന്തിനാ ഇപ്പോൾ കൊടുക്കണ്? കഴിഞ്ഞ കല്യാണം തന്നെ കാട്ടിന് കണ്ടില്ലേ? അതിൻ്റെ ബാക്കിയല്ല ഇപ്പോൾ കാട്ടിന് കൊടുക്കണ്ട. അപ്പം എന്തായി? അപ്പോൾ ഈ കല്യാണത്തിന് ആരും ഇല്ലാണ്ടും ആവും. ഈ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടാവും. ഒരു അനാവശ്യം പോയിട്ട് ആവശ്യങ്ങൾ പോലും നടക്കാത്തൊരവസ്ഥ. അപ്പം അതാണ് ആ പറഞ്ഞ ആളോട് ഞാൻ പറയണത്. എന്തും ആവാം. നമ്മൾ അധ്വാനിച്ച പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ മറ്റൊരാൾ നമ്മളെ നിർധനാവസ്ഥ, നമ്മളെ മോശമായ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹായിച്ച പണം കൊണ്ട് നമുക്ക് ദൂർത്തടിച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ പറ്റില്ല, നാട്ടുകാരെ കാണിക്കാൻ പറ്റില്ല. എന്തിനൊരു അച്ചടക്കം വേണം. ഓരോന്നിനും ഓരോ ഇതുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൾ പറയുന്നുണ്ട്, ഒരു ഡ്രസ്സ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാൻ പറ്റൂലേന്ന്. അതൊക്കെ ഞാൻ നാട്ടുകാരെ ബോധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പറഞ്ഞ ആൾക്കൊരു ഭർത്താവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഉണ്ടോ ഇല്ലേ അത് വേറെ വിഷയം കേട്ടോ. ഭർത്താവ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ആൾക്ക് ആ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനല്ലാതെ ഒരു വസ്ത്രം ഇട്ട് നടക്കാൻ പറ്റുമോ? അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുമോ? ഭർത്താവ് പറയുകയാണെങ്കിൽ പാൻറ്റും ഷർട്ട് ഇട്ട് നടക്കാൻ പറ്റില്ല, അത് ഇട്ടിട്ട് എൻ്റെ കൂടെ അപ്പോൾ ജീവിക്കാനും പറ്റില്ല, എൻ്റെ കൂടെ വരാനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ ഭർത്താവിനെ വേണമെന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ആ പാൻറ്റും ഷർട്ട് ഇടില്ല. അതേപോലെ തന്നെയാണ് അച്ഛനായാലും ബാപ്പയായാലും. അച്ഛൻ പറയുകയാണെങ്കിലും ബാപ്പ പറയുകയാണ് ഇങ്ങനെ വേഷം കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇറങ്ങൂല. പക്ഷെ അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അവൾ പുറത്ത് പോയിട്ട് അവൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവളെ ഭർത്താവ് സമ്മതിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവളെ അച്ഛൻ സമ്മതിച്ചിട്ട്, അല്ലെങ്കിൽ ബാപ്പ അച്ഛനെ സമ്മതിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നാട്ടുകാർ പറയണേന് ആര് എന്താ പറയുക, ഒരു കുടത്തിൻ്റെ 1000 കുടത്തിൻ്റെ വായ കെട്ടാൻ ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല. കാണുന്നത് ആൾക്കാർ പറയൂടോ, കാണുന്നത് തന്നെ പറയുള്ളൂ, അല്ലാതെ കാണാത്തതൊന്നും ആൾക്കാർ പറയില്ല. ആ പെണ്ണ് പോണ് കണ്ട, ആ പെണ്ണിൻ്റെ വേഷം കണ്ട. പിന്നെ ഇപ്പോൾ കേരളമാണ് അത്. ആൾക്കാർ ഈ പെണ്ണുങ്ങൾ ഈ കയ്യില്ലാത്ത കുപ്പായും ബനിയനും ഒരു ബ്രേസിയർ മാത്രമൊക്കെ ഇട്ടിട്ട് നടക്കണമ്പോൾ ജനങ്ങൾ നോക്കും. അതിന് അവൾ നോക്കി, അവൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പുറത്തേക്ക്. ആ കയ്യില്ലാത്തതും ബ്രേസിയർ മാത്രം ഒരു ഷെഡി പോലത്തെ ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. ആൾക്കാരിന്നെ പറയും, അപ്പം അത് ഞാൻ കേൾക്കാനും കൂടി തയ്യാറായിട്ട് വേണം ഇറങ്ങാനെന്ന്. അല്ലാതെ ഈ പറയണവരെ മേക്കെട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല.
വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലേ, വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ഇട്ടൂടെ. പക്ഷെ അത് അച്ഛനും ഭർത്താവും സമ്മതിച്ചെങ്കിലേ ഇടാൻ പറ്റുള്ളൂ. എന്താ അല്ലാണ്ട് നാട്ടുകാരുടെ ഇഷ്ടത്തിനൊന്നും പറ്റില്ല. അച്ഛനും ഭർത്താവും അല്ലെങ്കിൽ വാപ്പയും ഭർത്താവും സമ്മതിക്കണം. അല്ലാണ്ട് ആർക്കെങ്കിലും ഇട്ട് നടക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഭർത്താവിന് വേണം എന്നുള്ള ഒരു പെണ്ണിന് ഒട്ടും ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ അല്പവസ്ത്രം ഇട്ടിട്ട് പുറത്ത് പോകാൻ. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ബാപ്പാൻ്റെ സമ്മതമില്ലാതെ അച്ഛൻ്റെ സമ്മതമില്ലാതെ പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പിന്നെ നാട്ടുകാരെ വായ പൊത്താനും പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വസ്ത്രം ഇടുക. പിന്നെ നമുക്ക് ഇട്ടിട്ട് നടക്കണം, നമ്മളിട്ട് നടക്കുക. അത് ആര് നോക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊന്നും ആ വഴിക്ക് നോക്കണ്ട. അല്ലാതെ ആൾക്കാർ പറയുമല്ലോ, ജനങ്ങൾ എത്രയും ലോകത്തുണ്ട്, എല്ലാവരും കണ്ടും പൊത്തിയിട്ടൊന്നുമല്ല നമ്മൾ പോണത്. അപ്പം അതാണ് കേട്ടോ ഞാൻ ആ ആളുടെ പോസ്റ്റിന് മറുപടി പറഞ്ഞാണ്. FB പോസ്റ്റിൽ കണ്ടതാണ് കേട്ടോ. അതിനെ പറ്റിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. കുറേ ആളായിട്ട് ഞാൻ വീഡിയോ ഇടണില്ല, സംസാരിക്കാൻ സമയമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.